അപ്പൊ സുലേഖ, ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ കുടകിലെ വസന്തം വന്നു, ഇനിയിപ്പോ വസന്തമായി. ഇതൊരു കന്നഡ ചാനലായിട്ട് മാറുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. ഇതൊരു മലയാളം ചാനലാണ്, നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അമൃത TV-യാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുലേഖ? ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നതിന്. എന്റെ അമ്മയ്ക്ക് മലയാളം എത്ര നന്നായിട്ടൊന്നും നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ. നിങ്ങളുടെ പാട്ടുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പാടുവോ സുലേഖ? ഇല്ല ഇല്ല. അല്ല, കന്നഡ പാട്ടോ നിങ്ങളുടെ ഭാഷയിലുള്ള പാട്ടോ? പാടി ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ, കേട്ടിട്ടില്ല കണ്ടിട്ടില്ല. എങ്കിൽ ഇപ്പൊ കാണിച്ചു തരും, ഒന്ന് പാടി. അങ്ങനെ വിട്ടുകൊടുക്കരുത് സുലേഖ, കാരണം മോൾ ഇവിടെ വന്നിരുന്നിട്ട് പല തരികടകളും പറഞ്ഞു കേട്ടാ. കാരണം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഓ ഇല്ല, അങ്ങനെ പറയത്തില്ല. അപ്പൊ ഏതായാലും ഒരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇതുവരെ എങ്ങും പാടിയിട്ടില്ലല്ലോ. വിട്ടില്ല, ഞാൻ പോലും കേട്ടിട്ടില്ല. ശരി, ഏത് ഭാഷയിലാണ്? ഏത് ഭാഷയിലും? അത് കൊടക് ഭാഷ. കൊടക്. ഓക്കെ, ശരി. മടിക്കേരി സിപ്പായി മുത്ത് കാത്ത് മരേല് ಅದರ ಓ ಅದರ ಮಧುರ ಓ ಮಧುರ ನಂಗಡ ಪ್ರೇಮವು ದುಂಬಾ ಚಾಯಿ ದುಂಬಾ ಚಾಯಿ ദുംബാ ചായി. എന്താണ് ഇതിന്റെ അർത്ഥം? അത് മടിക്കേരി ഞങ്ങളത് നല്ല നാട്. മടിക്കേരി നല്ല നാടാണ് എന്ന് പറയണോ? മടിക്കേരി സിപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ആർമിയിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ സിപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജവാൻ, ലൈക്ക് മടിക്കേരി സിപ്പായി. അപ്പൊ മടിക്കേരി എന്ന് ഒരു സിപ്പായി. മുത്ത് കാറ്റുമറയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റും അതിലൊക്കെ, കാറ്റുമഴയിൽ കാറ്റിലൊക്കെ ഞങ്ങളുടെ പ്രേമ മീൻസ് നമ്മുടെ ലവ്. ദുംബാ ചായ് മീൻസ് ഇറ്റ്സ് വെരി ഗുഡ്. അങ്ങനെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലും. അവിടെ കുടകിലെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അമ്മയ്ക്ക് സാരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ സംഭവം? അത് ഞാൻ NCC-ലായിരുന്നു. അപ്പൊ NCC-ൽ ഞാൻ ഒരുപാട് ഈ essay പിന്നെ സ്പീച്ച് ഒക്കെ ചെയ്തു. ഇതിനിടയിൽ പറയാണ് പാർട്ടിയിൽ കയറാൻ പോവാണെന്ന് പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടമാണ്, അപ്പൊ പൊളിറ്റിക്സിലോട്ട് കയറാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമാണോ? അവൾക്ക് എല്ലാം എന്ത് ഇഷ്ടമോ അത് എനിക്ക് ഇഷ്ടമാണ്. വെരി ഗുഡ്. എന്നിട്ട് NCC-ൽ അന്ന് എന്തോ ഒരു സംഭവത്തിൽ എനിക്ക് 750-800 rupees എന്തോ ഒരു പ്രൈസ് മണി വന്നു. അപ്പോഴത്തേക്കും ഞാൻ അത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർത്തിക്കുമ്പോഴത്തേക്കും ആ സമയത്ത് എനിക്ക് അത് ഭയങ്കര സംഭവമാണ്. സോ ഞാനും എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നില്ല, വേറെ ഏതോ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി ഞങ്ങൾ സ്ഥിരമായിട്ട് തുണിയെടുക്കുന്ന ഒരു കടയുണ്ട്, അവിടെ പോയി ഞാൻ അവിടെ കിട്ടുന്ന ഒരു സാരി പിന്നെ വേറെ എന്തോ ഒന്ന് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഷി വാസ് ഷോക്ക്ഡ് ആൻഡ് ഹാപ്പിയും ആയി. ആ സാരി ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിപ്പോഴും വെച്ചിട്ടുണ്ട്. മോളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കല്യാണം ഇങ്ങനെ വെച്ച് ലേറ്റ് ആക്കുന്നത്? എന്തുകൊണ്ടാണ്? അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് പറഞ്ഞു? സുലേഖ എന്ത് പറഞ്ഞു? അവൾക്ക് എന്തോ വേറെ എന്തെല്ലാം ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്ത് തീർന്നു പിന്നെ കല്യാണം ആവുന്നു. അപ്പൊ എന്തായാലും അനിയത്തി പോട്ടെന്ന് വെക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവള് കല്യാണം കഴിക്കട്ടെ. ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ചേച്ചി കെട്ടട്ടെ, അല്ലേ? സുലേഖ, ഇദ്ദേഹം പറഞ്ഞു പാചകം എല്ലാം അറിയാം, ദോശ അറിഞ്ഞൂടാ എന്ന്. സത്യമാണോ? സാമ്പാർ വെക്കാൻ വരെ അറിയാന്ന് പറഞ്ഞു. അറിയാന്ന് പറഞ്ഞു. ബാക്കി എല്ലാം അറിയാം. അതായത് എന്താണ്, ചട്നി ഉണ്ടാക്കാൻ അറിയാം, സാമ്പാർ വെക്കാൻ അറിയാം, പുളിശ്ശേരി വെക്കാൻ അറിയാം, എല്ലാം അറിയാന്ന് പറഞ്ഞു. ഫിഷ് കറി വെക്കാൻ അറിയാം, ചിക്കൻ കറി വെക്കാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ ദോശ ഇവിടെ അറിഞ്ഞൂടാ. ദോശ ഇഷ്ടമില്ല. പിന്നെ അതിനകത്തൊരു മെയിൻ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, എന്ത്? കരിവേപ്പില. ഓ ഓക്കെ, ഞാൻ ചൊന്ന നീ കറിവേപ്പില കുഷ നിന്റെ അകത്ത് വന്നിട്ട് കറിവേപ്പില എടുത്തു പോയെന്നല്ലേ, അത് ഞാൻ ചൊന്നിന്ന്. ഓക്കെ, നമ്മളെ ചീത്ത വിളിക്കാട്ടോ. ഇല്ല ആക്ച്വലി ഞാനത് എന്താണെന്ന് ഓർമ്മിച്ചത്. ആക്ച്വലി ഒരു സംഭവം ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് ഫുഡിന് വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് ബോയ് ഫ്രണ്ടിനെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ഫസ്റ്റ് ബോയ് ഫ്രണ്ട് എത്ര വയസ്സിൽ? പറയണോ? 12 വയസ്സിൽ. അടി കൊടുക്കാത്ത എന്ത്? അപ്പോ ഒക്കെ അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നൊക്കെ നിന്നു. പിന്നെ സോർട്ട് ഔട്ട് അങ്ങനെയാണ് ആയതെന്ന് പറഞ്ഞത്. സോ അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് ഞാൻ വീട്ടിലോട്ട് ഫുഡിന് വേണ്ടി കൊണ്ടുപോയി. സോ അപ്പോൾ ഞാൻ പറയുന്നില്ല, ബോയ് ഫ്രണ്ട് ആണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവനും ആങ്കറിങ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ എവിടെയാണ് നാട് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അമ്മയുടെ നാടുള്ളത് നഞ്ചിറായ് പട്ടണ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്.
അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഒരു അമ്മമ്മയുടെ വീടും നഞ്ചപട്ടണം തന്നെയാണ്. നോക്കുമ്പോഴത്തേക്കും അവിടെ ഇവർ ഭയങ്കര നെയ്ബേഴ്സാണ്. അപ്പോൾ അമ്മ കല്യാണം കഴിയുന്ന മുന്നേ എന്നെ പോലത്തെ പ്രായം ഉണ്ടായപ്പോഴത്തേക്കും അവൻ ചെറിയ കുട്ടിയായിട്ട് ഇവരുടെ വീട്ടിലോട്ട് കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. സോ അത് പിന്നെയാണ് സംസാരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ പുറത്തു വരുന്നതും. പിന്നെ അമ്മയും പിന്നെ അവൻ ഭയങ്കര ക്ലോസ്. പിന്നെ അവർ രണ്ടുപേരും ഫ്രണ്ട്സായി. അപ്പൊ എനിക്കും റൂട്ട് ക്ലിയർ ആയി. പിന്നെ അപ്പൊ വീട്ടിലോട്ട് വരും. ഇപ്പോഴാണ് മനസ്സിലായതല്ലേ? വർഷങ്ങൾക്ക് ശേഷം 8ാം ക്ലാസ് നടന്ന സംഭവം നമ്മുടെ പറയാം നേടാവിലാണ് പൊട്ടിച്ചത്. അതിപ്പോഴാണ് അറിഞ്ഞത്. ഇല്ല, അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു. പിന്നൊക്കെ റിവീൽ ചെയ്തു. ട്രെയിൻ മാറി കയറിയ ഒരു അനുഭവം ഉണ്ടല്ലോ. അത് ഇന്ന് നമ്മൾ ആക്ച്വലി ട്രാവൽ ചെയ്ത് വരുമ്പോ പറഞ്ഞതേ ഉള്ളൂ. അമ്മ എന്താണത് നീ പറയോ? അതെ, ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മള് കൂർഗന്ന് ഇവിടെ വന്നു. കൊച്ചിയിൽ ഒരുപാട് ഷൂട്ടൊക്കെ നടന്ന് ഈ ലാസ്റ്റ് സീക്വൻസിന് ഒരു പെർമിഷൻ കിട്ടാതെ വന്നപ്പോഴത്തേക്കും തിരിച്ചു പോകേണ്ടി വന്നു. അപ്പൊ നമ്മള് തൃശ്ശൂരിൽ നിന്ന് മംഗലാപുരത്തിലോട്ട് ട്രെയിനിൽ പോയിട്ട് പിന്നെ മംഗലാപുരം ഒരു 3 hours ഉള്ളൂ. അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ ഉണ്ടായ ഡയറക്ടർ നമ്മൾ എന്ത് ചെയ്തു, റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുപോയി ട്രെയിനിൽ ഇങ്ങനെ കയറ്റി വിട്ടു. ബിക്കോസ് എന്താണെന്നൊന്നും അറിയണ്ട, ഒരാൾ ഇങ്ങനെ കയറ്റി വിട്ടു, അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, അത്ര അറിഞ്ഞാൽ മതി എന്നുണ്ടായിട്ട് വി ജസ്റ്റ് ഗാർഡൻ. പിന്നെ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒന്നും സിറ്റി ആയിട്ടൊന്നും കാണുന്നില്ല, മൊത്തത്തിൽ ഇങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലം. അതെ, അങ്ങനെ ഒരു സ്ഥലം. പിന്നെ ട്രെയിൻ ഒറ്റ ബ്രേക്ക് ഇടിങ്ങനെ നിർത്തിയപ്പോഴത്തേക്കും കുറെ നേരമായി ട്രെയിൻ അവിടെ നിന്ന് എടുക്കുന്നൊന്നും കാണുന്നില്ല. നോക്കുമ്പോഴത്തേക്കും അത് നിലമ്പൂരോ ഷൊർണൂറോ എന്നുള്ള ഐഡിയ ഇല്ല. പക്ഷെ അവിടെ നിന്ന് ട്രെയിൻ മുന്നോട്ട് പോകത്തില്ല. അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. നമ്മൾ ട്രെയിൻ മാറി കയറി. സോ ട്രെയിൻ ഇങ്ങോട്ട് പോകുന്ന ഞങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് അവിടെ സ്റ്റോപ്പ്. പിന്നെ ഞങ്ങൾ 2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്റ്റക്കായി ഇറങ്ങിയിട്ട്. എവിടെയൊന്നും സ്ഥലം അറിയുന്നില്ല, അപ്പൊ ലാംഗ്വേജ് ഒന്നും അറിയുന്നില്ല. പിന്നെ രാത്രിയായിരുന്നു അതോ ഓൾമോസ്റ്റ് ഈവനിങ് ഒരു സമയം, ഉച്ചക്കാണ് കയറിയിരിക്കുന്നത്, ഒരു ഈവനിങ് സമയം. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം. ആളൊരു 2 മണിക്കൂറായി ഞങ്ങൾ അവിടെ തിരിച്ചു. ബിക്കോസ് ആള് വിചാരിച്ചു ഞങ്ങൾ പോവുകയാണെന്ന്. പിന്നെ തിരിച്ചു വന്ന് പിന്നെ അവിടെ ഞങ്ങൾ കാറിൽ പിന്നെയും അവരുടെ വീട്ടിലോട്ട് പോയി 2 ദിവസം പിന്നെ നിന്ന് പിന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. സോ അത് ഇന്ന് സംസാരിച്ചതേ ഉള്ളൂ. ഇന്ന് മാറി കയറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനി കാസർഗോഡ് പോയി. അതെ, ഇപ്പോ എനിക്ക് ബിക്കോസ് ഞങ്ങളുടെ നാട്ടിൽ ട്രെയിൻ ഇല്ല, ഫ്ലൈറ്റ് ഇല്ല, ബസ് വഴി മാത്രമേ ഉള്ളൂ, റോഡ് വഴികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രെയിൻ എങ്ങനെയാണ് എന്താണെന്നുള്ള എക്സ്പീരിയൻസ് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ മൈസൂരിൽ നിന്ന് ഒരു പ്രാവശ്യം ബാംഗ്ലൂർ വരെ ട്രെയിനിൽ പോയിട്ടുണ്ട്. അതാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം. ആൻഡ് ഇപ്പൊ എനിക്ക് ട്രെയിൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്.